മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഈ വീടെല്ലാം ഈ നിശയിൽ മൃതി നടന്നിട്ടുണ്ട് പരനേ, അവയിന്നെന്നെ പരിപാലിച്ച കൃപയ്ക്കായി സ്തുതി നിനക്ക്. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ MG രാജൻ ആസാം. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ ശ്രവിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവ തിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. മലാക്കി പ്രവാചക പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഞാൻ വായിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കണമേ. അവിടെ ഇങ്ങനെ യഹോവയായ ദൈവം തൻ്റെ ദാസനിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. യഹോവയായ ഞാൻ മാറാത്തവൻ. ദൈവം എത്ര വലിയൊരു കാര്യമാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കും. നമ്മൾ 2-ാം വാക്യം പഠിച്ചപ്പോൾ അവൻ പ്രത്യക്ഷനാകുമ്പോൾ 6 നിലനിൽക്കും എന്ന് ഒരു ചോദ്യം അവിടെ കാണാനായിട്ട് സാധിക്കും. ആ ദിവസത്തെ ആർക്ക് സഹിക്കാനായിട്ട് പറ്റും? 6 നിലനിൽക്കും, ഒരു വലിയ ചോദ്യമാണ്. എന്നിട്ട് ദൈവം അതിന് ഉത്തരം പറയുന്നുണ്ട്. ഇസ്രായേലിനെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും ദൈവം നിർമ്മലീകരിക്കും എന്ന്. അപ്പോൾ നിർമ്മലീകരിക്കുന്ന ദൈവത്തിൻ്റെ ന്യായവിധി സഹിക്കാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ പ്രത്യക്ഷതയിൽ ദൈവമുമ്പാകെ നിൽക്കാനായിട്ടും സാധിക്കുകയില്ല. പക്ഷെ ദൈവം ശുദ്ധീകരിച്ച മനുഷ്യർക്ക് ദൈവസന്നിധിയിൽ നിൽക്കാനായിട്ട് കഴിയും എന്നുള്ളൊരു കാര്യം. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ട് ഇസ്രായേലിൻ്റെ പാപത്തെക്കുറിച്ചും അവരുടെ ക്ഷുദ്രപ്രയോഗങ്ങൾ, വ്യഭിചാരം, കള്ളസത്യം, അനാഥരെയും വിധവമാരെയും പീഡിപ്പിക്കുന്നത്, അങ്ങനെ അവരുടെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ട് 5-ാം വാക്യത്തിൽ ദൈവം ഒരു ശീഘ്ര സാക്ഷിയായിരിക്കും എന്ന് പറഞ്ഞതിന് ശേഷം, എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളിലൊക്കെ ദൈവം പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞതിന് ശേഷം യാക്കോബിനോട് ദൈവം പറയുകയാണ്. എന്താ പറയുന്നത്? അതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ. അപ്പോൾ ഇവിടെ ദൈവം ഇസ്രായേൽ എന്ന മറുപേര് യാക്കോബിന് നൽകിയതാണ്. യാക്കോബിനെ ദൈവം സന്ദർശിക്കുകയും തൻ്റെ കാപട്യവും തൻ്റെ പരാക്രമവും തൻ്റെ ജീവിതത്തിലെ കുറവുകളൊക്കെ അവനെ ഓർമ്മിപ്പിക്കുകയും ദൈവവുമായിട്ട് ഒരു ബന്ധം, കൃത്യമായൊരു ബന്ധം യാക്കോബിനുണ്ടാകുകയും അങ്ങനെ യാക്കോബിനെ തൊട്ട ദൈവം അവനെ യാക്കോബ് എന്നല്ല, പിന്നെ ഇസ്രായേൽ എന്നാണ് വിളിച്ചത്. എന്നാൽ ദീർഘ നാളുകൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾ പലത് പിന്നിട്ടു,
ദൈവം ഇപ്പോൾ ഇസ്രായേൽ മക്കളെ ഇസ്രായേൽ എന്നല്ല വിളിക്കുന്നത്. പിന്നെ എന്താ വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, അല്ലയോ യാക്കോബിൻ്റെ മക്കളെ എന്ന്. നമുക്കറിയാം യാക്കോബ് എന്ന് പറഞ്ഞാൽ ഉപായി എന്നാണ് ഒരർത്ഥം. തൻ്റെ കയ്യിലിരിപ്പും ഉപായത്തരങ്ങളും ഞാൻ ഇനി ആവർത്തിക്കേണ്ട ആവശ്യമില്ല. എന്നെ കേൾക്കുന്ന നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം വളരെ പരിചയമുള്ള ഒരു കഥാപാത്രമാണ് യാക്കോബ്. തൻ്റെ അപ്പനെ പറ്റിച്ചു, സഹോദരനെ പറ്റിച്ചു, തനിക്ക് പറ്റിക്കാവുന്നിടത്തൊക്കെ എല്ലാവരെയും പറ്റിച്ചു. പക്ഷേ പറ്റിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കണം എന്ന് യാക്കോബ് പറയുന്നു. എന്താ യാക്കോബ് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നതെന്നറിയാവോ? യാക്കോബ് പറയുകയാണ് തൻ്റെ അമ്മായിയപ്പനെ, നീ 10 പ്രാവശ്യം എൻ്റെ പ്രതിഫലം മാറ്റിക്കളഞ്ഞു. അപ്പോൾ നമ്മൾ ചിലരെയൊക്കെ ചുരുക്കം പ്രാവശ്യമായിരിക്കും പറ്റിക്കുന്നത്. നമ്മൾ അതിൽ കൂടുതൽ പ്രാവശ്യം പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് യാക്കോബ് നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. പ്രിയമുള്ളവർ, ഇവിടെ ഈ യാക്കോബിനെ ദൈവം വീണ്ടും കൊണ്ടുവരിക. എന്താ പറയുന്നത്? ദൈവം പറയുകയാണ്, യാക്കോബിൻ്റെ പുത്രന്മാരെ, നിങ്ങൾ, യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ. അപ്പോൾ യാക്കോബിൻ്റെ പുത്രന്മാരെ എന്ന് ദൈവം ഈ ദീർഘവർഷങ്ങൾക്ക് ശേഷം ഇസ്രായേലിനെ പേര് മാറ്റി വിളിച്ചുവെങ്കിൽ ഇവരുടെ ഉപായത്തരങ്ങൾ ദൈവം മുമ്പാകെ, മനുഷ്യ മുമ്പാകെയല്ല, മനുഷ്യൻ്റെ മുമ്പാകെ ഇവർ ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമുക്കൊരു പക്ഷേ മനുഷ്യരെ പറ്റിക്കാം, ദൈവത്തെ പറ്റിക്കാൻ പറ്റത്തില്ല. അനേക ആളുകളും ചിന്തിക്കുന്നത്, ഞാൻ അവനെ പറ്റിച്ചു, ഞാൻ അവനെ ഞാൻ പറ്റിച്ച് ഞാൻ എൻ്റെ കാര്യം സാധിച്ചു, എന്തോ മിടുക്ക് പോലെയാണ് പറയുന്നത്. എന്തോ വലിയ കാര്യം ചെയ്ത ഒരാനന്ദം ഹൃദയത്തിൽ വരികയാണ്. മനുഷ്യരെയൊക്കെ പറ്റിക്കുന്ന ഒത്തിരി ആളുകൾ, പ്രത്യേകിച്ച് പാവങ്ങളെയും സാധുക്കളെയും ഒക്കെ പറ്റിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ. അങ്ങനെ ജീവിക്കുന്നവരൊക്കെ പിന്നീട് കണക്ക് ദൈവസന്നിധിയിൽ പറയേണ്ടി വരും. കാരണം ദൈവത്തെ പറ്റിക്കാൻ ആർക്കും പറ്റത്തില്ല. ദൈവത്തെ പറ്റിക്കാൻ ആർക്കും പറ്റത്തില്ല. മനുഷ്യനെ പറ്റിക്കാം, കൂട്ടുകാരനെ പറ്റിക്കാം, സഹോദരനെ പറ്റിക്കാം, മാതാപിതാക്കളെ പറ്റിക്കാം, ബന്ധുമിത്രാദികളെ പറ്റിക്കാം, അങ്ങനെ അയൽവക്കാരെ പറ്റിക്കാം. അങ്ങനെ പറ്റിച്ച് നടക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. പൈസയൊന്നും മേടിച്ചാൽ ചിലർ തിരിച്ചു കൊടുക്കില്ല, നുണ പറഞ്ഞ് നടക്കുക, വഞ്ചന കാണിക്കുക, നിലകളിൽ മറ്റുള്ളവരെ തമ്മിലടിപ്പിക്കുക, അങ്ങനെ പല പല പാവങ്ങൾ ചെയ്യുന്ന ആളുകൾ. ഇവരൊക്കെ ഇതെല്ലാം ദൈവം കാണുന്നു എന്നുള്ളത് മറന്നു പോകാനായിട്ട് പാടില്ല. യാക്കോബിനെ ദൈവം ഇവിടെ വീണ്ടും കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ പാപം അത്രത്തോളം വഷളായി. അതുകൊണ്ട് ദൈവം വിളിക്കുന്നു, അല്ലയോ ഉപായിയുടെ മക്കളെ, ചതിയൻ സ്വഭാവമുള്ള ആളിൻ്റെ മക്കളെ, വഞ്ചന കാണിക്കുന്ന ആളിൻ്റെ മക്കളെ. യാക്കോബിൻ്റെ മക്കളെ എന്ന് വിളിക്കുന്നതിൻ്റെ അർത്ഥം അതാ. എന്നിട്ട് പറയുകയാണ്, യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് നിങ്ങൾ മുടിഞ്ഞു പോകുന്നില്ല. ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് നിങ്ങൾ മുടിഞ്ഞു പോകുന്നില്ല. യാക്കോബിനെ, അവൻ്റെ സ്വഭാവത്തെ ഇന്നും ഇസ്രായേലിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റിക്കളയാനായിട്ട് ആർക്കും കഴിഞ്ഞില്ലെന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം.
ഈ പാപ സ്വഭാവം മനുഷ്യൻ്റെ ഉള്ളിൽ നിലനിൽക്കുകയാണ്. അവൻ്റെ കർമ്മങ്ങൾ കൊണ്ടോ അവൻ്റെ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ അവൻ്റെ ആചാരങ്ങൾ കൊണ്ടോ അവൻ്റെ മതങ്ങൾ കൊണ്ടോ അവൻ്റെ ഉള്ളിലെ പാപത്തിന് ഒരു പൂർണ്ണ പരിഹാരം വരുന്നില്ല. പുറമേ നല്ലവനായിട്ട് അഭിനയിക്കുകയും നടിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ ഉള്ളിലെ വിഷം, അവൻ്റെ ഉള്ളിലെ പാപ സ്വഭാവം, അവൻ്റെ ഉള്ളിലെ അധർമ്മം, അവൻ്റെ ഉള്ളിലെ ജീവിതത്തിൻ്റെ ആ വൈകൃതം അത് ദൈവം കാണുകയാണ്. ആ ദൈവം പറയുകയാണ്, നീ നല്ലവനല്ല, പക്ഷേ ഞാൻ നല്ല ദൈവമാണ്. എൻ്റെ കരുണ, എൻ്റെ സ്നേഹം, എൻ്റെ ദയ അത് മാറ്റിക്കളയാൻ എനിക്ക് പറ്റുന്നില്ലാത്തതുകൊണ്ട് ഞാൻ നിന്നെ മുടിഞ്ഞ് പോകാൻ സമ്മതിക്കുന്നില്ല, നീ നശിച്ചു പോകാൻ സമ്മതിക്കുന്നില്ല എന്നതാണ്. അനേക ആളുകളും ചിന്തിക്കുന്നത് മറ്റുള്ളവനെ പറ്റിച്ചും ദൈവത്തെ പറ്റിച്ചും ഇങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ ഉയർച്ചയും നന്മയും ഒക്കെ ഉണ്ടാകുന്നു, ആരും എന്നെ ഒന്നും ചെയ്യുന്നില്ല, എനിക്കൊരു നാശം ഉണ്ടാകുകയില്ല, ഒന്നും സംഭവിക്കുന്നില്ലല്ലോ, കുഴപ്പമൊന്നും ഇല്ലായിരിക്കും, ഇങ്ങനെയൊക്കെ ചെയ്താലും കുഴപ്പമൊന്നും വരത്തില്ല, ഇനിയും ആരെങ്കിലുമൊക്കെ വക്രിക്കാം, പറ്റിക്കാം, ചതിക്കാം, വഞ്ചിക്കാം, പാപങ്ങൾ ചെയ്യാം എന്ന് ചിന്തിക്കുമ്പോൾ സഹോദര സഹോദരി ഓർക്കണം, എന്താ സംഭവം എന്നറിയാമോ? ദൈവം മാറാത്തവനായതുകൊണ്ടും ദൈവത്തിന് തൻ്റെ സ്വഭാവം കരുണ ദയ ത്യജിച്ചു കളയാൻ പറ്റാത്തതുകൊണ്ടും മാറ്റമില്ലാത്തവനായ ദൈവമായതുകൊണ്ടും അവൻ നമ്മൾ മുടിഞ്ഞു പോകാനായിട്ട് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. നാം മുടിഞ്ഞു പോകാതെ ദൈവം സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. ഒരു കാര്യം പറഞ്ഞ് ഞാനിങ്ങനെ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ദൈവം ഒരു പുതിയ പേര് തന്നായിരുന്നു. ആ പേര് ഇന്ന് ദൈവം മാറ്റിക്കളഞ്ഞുവോ? പഴയ പേരാണ് ദൈവം ഇപ്പം നമ്മെ വിളിക്കുന്നതെങ്കിൽ നമുക്കൊരു പുതിയ പേര് ദൈവം തന്നിട്ടും, ദൈവമകൻ, വിശുദ്ധൻ, ദൈവത്തിൻ്റെ മക്കൾ, അപ്പം അങ്ങനെയൊക്കെയുള്ള ധാരാളം പേരുകൾ ദൈവം നമുക്ക് ഇട്ടിട്ടുണ്ട്. അത് മാറ്റി ദൈവം വിളിക്കുന്നുവെങ്കിൽ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പരാജയം സംഭവിച്ചിട്ടുണ്ട്, വീണുപോയിട്ടുണ്ട്. അത് തിരുത്തി മുമ്പോട്ട് വരുവാൻ നാം പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ദൈവം നമ്മെ സഹായിക്കാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. കർത്താവേ, ഞാൻ മാത്രമല്ല, ഞങ്ങളാരും വീണുപോകാനിട വരാതെ ദൈവകൃപ ജീവിപ്പാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവം സഹായിക്കട്ടെ. കർത്താവിൻ്റെ പോലെ നാം മഹത്വപ്പെടട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നെടുവീർപ്പിട്ടു കരഞ്ഞിടുന്നു പല മർത്യരി സമയേ, അടിയാനുള്ളിൽ കുതുകം തന്ന കൃപയ്ക്കായി സ്തുതി നിനക്ക്.